നമസ്കാരം. ധനുസ് സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ജൂൺ 25 നടന്ന പിയൂണിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ പ്രൊഫഷണൽ ലെൻസൊക്കെയാണ്. പിയൂണ്, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ, അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025 പ്രൊഫഷണൽ ആൻസർക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം, വൈക്കം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ, ദെൻ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ, മലയാളി എന്ന് പറയുമ്പോൾ തന്നെ ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ്, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആൻസർ ലോർഡ് കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതാപം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഡി കെ കാർവേ. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ആൻസർ ചൗരി ചൗര സംഭവം. നെക്സ്റ്റ്, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ആൻസർ ബംഗാൾ. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഏത് സമ്മേളനത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ബോംബെ. നെക്സ്റ്റ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. നെക്സ്റ്റ് വൺ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ്? ആൻസർ ലോകസഭയിൽ ആണ്. നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ആൻസർ ഹൈക്കോടതി. നെക്സ്റ്റ് വൺ, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച് ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതി. 21-18 എന്ന് പറയുമ്പോൾ 61-ാം ഭേദഗതി. ഓപ്ഷൻ എ 61-ാം ഭേദഗതി. നെക്സ്റ്റ്, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കൺകറൻറ്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 2, സ്ഥിരം സഭ. 3, 5 വർഷമാണ് സഭയുടെ കാലാവധി. 4, സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ആൻസർ എന്താണ്? ആൻസർ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, ദെൻ സ്ഥിരം സഭയെന്നും അറിയപ്പെടുന്നതാണ് രാജ്യസഭ. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്?
വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ആണ്? ആൻസർ 2025 മെയ് 2. ഓപ്ഷൻ എ 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. 2025 മെയ് 2. നെക്സ്റ്റ് 2025 ഏപ്രിൽ മാസം 25 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. JD വാൻസ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. നെക്സ്റ്റ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി. ആൻസർ എന്താണ് നമുക്ക്? VP മേനോൻ. നെക്സ്റ്റ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ. ആൻസർ അതാണ് ഗുൽസറിലാൽ നന്ദ. പ്രഥമ വൈസ് ചെയർമാനാണ് ഗുൽസറിലാൽ നന്ദ. നെക്സ്റ്റ് ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവച്ചത്? ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യമാണ്? ചൈനയാണ്. ഏത് രാജ്യം? ചൈന. അടുത്തത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ആൻസർ വാരണാസി. നരേന്ദ്രമോദി വാരണാസി. ഓക്കെ. നെക്സ്റ്റ് വൺ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹിരാക്കുഡ് നദി നമുക്കറിയാം മഹാനദിയാണ് അല്ലേ? ഹിരാക്കുഡ് നദി മഹാനദിയാണ്. സർദാർ സരോവർ നർമ്മദ അല്ലേ? അവിടെയൊക്കെ ഓപ്ഷൻ സർദാർ നർമ്മദ നമുക്ക് പറ്റും. സർദാർ നർമ്മദയുണ്ട്. കൃഷ്ണരാജസാഗർ ആരാണ്? കാവേരിയാണ്. നിസാം സാഗർ എന്ന് പറയുമ്പോൾ അത് ഗോദാവരിയാണ് അല്ലേ? ഇതായിരിക്കും ഒരു ഇച്ചിരി അറിയാത്തത്. നിസാം സാഗറാണ് ഗോദാവരി. ഒന്നുകൂടി ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ നദി, കൃഷ്ണരാജസാഗർ എന്താണ്? കാവേരി, നിസാം സാഗർ ഗോദാവരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ അഗസ്ത്യമല. ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. നെക്സ്റ്റ് വൺ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർ ആരാണത്? മലയോര മേഖലകളിലെ ദുരന്തബാധിതർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളാണ്. ഓക്കെ, അപ്പോഴാണ് ഓർത്തത്. പുനർഗേഹം പദ്ധതി ആർക്കാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. ഓക്കെ, ഒന്നുകൂടി പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. ഓക്കെ, ആൻസർ 27 ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? റെയിൽവേ ലൈൻ നമുക്കറിയാം തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട അല്ലേ? ആൻസർ വേഗം അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതാണ് ആദ്യം തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ടയാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ഒക്കെ ഇല്ലേ? അതിൽ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്?
ഒന്ന് പറഞ്ഞേക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. നിരപ്പായ താഴ്വരകളായ ഡൂൺസുകൾ കാണപ്പെടുന്നു. ഇതിലേതൊക്കെയാണ് സവിശേഷത അല്ലാത്തത്? ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അതായത് 1ഉം 4ഉം അതിൻ്റെ സവിശേഷതയല്ല. 1ഉമല്ല 4ഉമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിയും 2ഉം 3ഉം നോക്കാം അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ആരാണത്? നല്ലളം. ഡീസൽ വരുന്നത് നല്ലളമാണ്. മലബാറിലെ ഏതാണ്? നല്ലളമാണ്. നല്ലളം. നെക്സ്റ്റ് വരുന്നത് 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 27 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ്, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക അല്ലേ. പാമ്പാടും ചോല, മതികെട്ടൻ ചോല, ഇരുവികുളം, സൈലൻറ്റ് വാലി ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കുക. ആൻസർ 32 ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നോക്കാം. പാമ്പാടും ചോല മൂന്നാമത്തതാണ്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. അടുത്തത് മതികെട്ടാൻ ചോല എന്ന് പറയുമ്പോൾ 2003 ദേശീയോദ്യാനമായതാണ്. നെക്സ്റ്റ് വരുന്നത് ഇരുവികുളം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, നീലഗിരി താർ അറിയാം. നെക്സ്റ്റ് സൈലൻറ്റ് വാലി നീലഗിരി കുന്നുകളിലാണ് കാണപ്പെടുക. നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന സൈലൻറ്റ് വാലി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 32ൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി വെച്ച് മാച്ച് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതകമായ ഉഷ്ണക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ലൂ. നെക്സ്റ്റ്, പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത്, പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ്, മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ 34ൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3, 4 ശരിയാണ് കേട്ടോ. 1, 3, 4 ശരിയാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ. അതെ. നെക്സ്റ്റ്, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട പദ്ധതിയാണ് കെ സ്മാർട്ട്. നെക്സ്റ്റ്, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവാണ്. നെല്ലിക്കാംപെട്ടി ഗെയിംസ് പെരിയാർ ടൈഗർ റിസർവാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പറ്റ. നെക്സ്റ്റ്, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ആൻസർ കരേവാസ് മണ്ണ്. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. കരേവാസ് മണ്ണ്. നെക്സ്റ്റ്, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റ് തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞുണ്ടാകുന്ന പ്രദേശങ്ങളെ പറയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ മഴ നിഴൽ പ്രദേശങ്ങൾ. ഓപ്ഷൻ സി ആണ് മഴ നിഴൽ പ്രദേശങ്ങൾ. അടുത്തത്, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയാം. ഒന്നാമത്തെ പ്രസ്താവന വന്നേക്കുന്നത് കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണിത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കായലാണ്. ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ. 1ഉം 4ഉം തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന
ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മനുഷ്യ സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. മ്യാൻമാറിൻ്റെ ആണ് ഓപ്പറേഷൻ ബ്രഹ്മ. നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ആൻസർ നീണ്ടകര. ഇൻഡോ നോർവീജിയൻ നീണ്ടകര. നെക്സ്റ്റ്, കേരളത്തിൽ അതിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ തിരിച്ചറിയുക. നോക്കാം. ഒന്നാമത്തെ കൊടുത്തേക്കുന്നത് കേരളത്തിൽ വനഭൂമിയിൽ ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സൈലൻറ്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരിയാണ്. ഓക്കെ. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക, കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരിക്കോട്ട, പുനലൂർ, വാഗൺ ട്രാജഡി ഒക്കെയുണ്ട്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് പറയുന്നത് മൂന്നാമത്തിൽ ആലപ്പുഴയാണ്. കരുമാടിക്കുട്ടൻ അല്ലേ, അതൊന്നും ഓർക്കാൻ പറ്റും. ആലപ്പുഴയാണ് കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് പറഞ്ഞത്. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്, അതറിയാൻ പറ്റുന്നതാണ്. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം എന്ന് പറയുമ്പോൾ കൊല്ലം, പുനലൂർ തൂക്കുപാലം, അതും അറിയാൻ പറ്റും. ദെൻ വാഗൺ ട്രാജഡി സ്മാരകം നമുക്ക് എഴുതാൻ പറ്റും. സാധാരണ ഒരാൾക്ക് നമുക്ക് കണ്ടുപിടിച്ചെഴുതാൻ പറ്റുന്നതാണ്. അതേതാണ് വാഗൺ ട്രാജഡി സ്മാരകം എന്ന് പറയുമ്പോൾ? അത് അറിയാം, മലപ്പുറം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. 45. ബോക്സർ കലാപം, അമേരിക്ക, ബൂവർ യുദ്ധം, ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ചൈന, രക്തരഹിത വിപ്ലവം, ഇംഗ്ലണ്ട്. ഇതിൽ ശരിയായവ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 2ഉം 4ഉം ശരിയാണ് അല്ലേ. 2 ബൂവർ യുദ്ധം, ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം, ഇംഗ്ലണ്ട് അല്ലേ. രക്തരഹിത വിപ്ലവം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പമായി തോന്നാം. നെക്സ്റ്റ്, കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? അതാണ് വരുന്നത്. കോകില സന്ദേശം കേട്ടോ. കോകിലയാണ്. ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. കോഴിക്കോടിനെക്കുറിച്ച് പറഞ്ഞത് കോകിലയാണ്. കോഴിക്കോട് കോകില, സംസ്കൃത സന്ദേശം കോകില. ഓക്കെ, വിട്ടുപോകല്ല. നെക്സ്റ്റ്, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാടുകളുടെ പേരുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഭൂവൽക്കം, മാൻറ്റിൽ, പുകക്കാമ്പ്, അകക്കാമ്പ്, അതാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ നിന്നും തെറ്റായ കണ്ടെത്തുക. ഒന്നാമത്തത്, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. നെക്സ്റ്റ്, 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അടുത്തത്, ആരും നിയമത്തിന് അതിരല്ല. അടുത്തത്, ഇന്ത്യയിലെ ഉള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. അടുത്തത്, അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. അടുത്തത്, നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണം ഇല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1, 4, 6 തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച വാൽഗിമർ അല്ലേ, പേര് നോക്കട്ടെ, വാൽഗിൽമർ. അതാണല്ലേ, വാൽഗിൽമർ. ഓക്കെ, വാൽഗിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽഗിൽമർ. ആൻസർ ഏതായിരുന്നു? സിനിമ അല്ലേ, ചലച്ചിത്ര രംഗത്താണ് വാൽഗിൽമർ. ചലച്ചിത്രം പോലെ വാൽഗിൽ. ഓക്കെ. നെക്സ്റ്റ്, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അല്ലേ, കറണ്ട് അഫയർ വരുന്നു. ആൻസർ ആരാണ് മാതൃഭൂമി കിട്ടിയത്? 2024 മാതൃഭൂമി ആർക്കാണ്? സാറാ ജോസഫ്. നെക്സ്റ്റ് വൺ, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായി സുഭദ്ര യോജന പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വന്നിരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഫംഗസാണ്. നാഗപതി വയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്?
നാഗപതിവയ്ക്കൽ. ആൻസർ കുരുമുളക്. മനുഷ്യശരീരത്തിൽ ആന്തരസംസ്ഥിതി പഠനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. ഇന്നലെ കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പോ തലാമസ്. ചെറിയൊരു കട്ടിങ്. നെക്സ്റ്റ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? അസ്കോർബിക് ആസിഡ് ഏതാണ്? വിറ്റമിൻ സി. അടുത്തത്, സിംല കരാർ ഏത് രാജ്യത്തുമായി ബന്ധമാണ്? അല്ലേ, സിംല കരാർ ഏതാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം കിട്ടിയ ഭാരതീയ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ 1 കൂടിയാട്ടം കഥകളിയുമാണ്. നെക്സ്റ്റ്, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? നോക്കാം, പ്രസ്താവന വായിക്കാം. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഷെവിങ് മിററായി പ്രവർത്തിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്കൊന്നു നിൽക്കുന്ന ഗോളി ദർപ്പണങ്ങളാണിവ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അല്ലേ. ശരിയായവ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 60ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉമാണ് പറഞ്ഞേക്ക്. നമുക്കറിയാം അല്ലേ. റിയർ വ്യൂ മിറർ കോൺവെക്സ് ദർപ്പണം അറിയാം. പിന്നെ പ്രതിപതന തലം പുറത്തേക്കൊന്നു നിൽക്കുന്ന ഗോളി ദർപ്പണങ്ങളാണെന്നും അറിയാം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായ യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ആൻസർ എന്താണ്? ബി ആണ്. ഒന്നാമത്തെ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇലക്ട്രോൺ ജെ തോംസൺ. ഓക്കെ. അടുത്ത താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കലാമിൻ. അറിയാം. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. അടുത്തത്, തവപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഏതാണത്? ഓപ്ഷൻ സി, ക്വാണ്ടം ഡോട്ട്സ്. അടുത്തത്, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഏതാണ്? സുന്ദർലാൻഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, പ്രൊട്ടോസോവ അല്ലേ. പ്ലാസ്മോഡിയം വൈവാക്സ് പ്രൊട്ടോസോവയാണ്. നെക്സ്റ്റ്, വൈഡാൽ പരിശോധന ഏത് രോഗകാരിയായ തിരിച്ചറിയാൻ സഹായിക്കുന്നു? വൈഡാൽ പരിശോധന ഏത് രോഗത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശോധിക്കുക? ആ ടെസ്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, സാൽമണല്ല ടൈഫി. അടുത്തത്, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റ് ആണ്. ബ്ലഡിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ് കാണപ്പെടുന്ന കോശം. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. നെക്സ്റ്റ് വൺ, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്താണ്? ലെപ്റ്റോസ്പൈറ. അടുത്തത്, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG.
രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9:11 mg. മസ്തിഷ്കത്തെ പൊലിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏതാണ്? മെനിഞ്ചസ്. ഈ ക്വസ്റ്റ്യനും ഇന്നലത്തെ വീഡിയോയിൽ ആ ചെറിയ കണ്ടൻറ്റിലുണ്ടായിരുന്നു. നെക്സ്റ്റ്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. നെക്സ്റ്റ്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. അടുത്തത്, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ആരാണ്? ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയാണ്. അടുത്തത്, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഏതാണത്? ആശാധാര. അടുത്തത്, താഴെപ്പറയുന്നവയിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 9x6 54. മാത്സ് ആണ്. 20ൻ്റെയും 30ൻ്റെയും ഉത്സാഹ 10 ആണെങ്കിൽ അവിടെ ലസാഗു എത്ര ആയിരിക്കും? ഓപ്ഷൻ എ 60 ആയിരിക്കും. അടുത്തത്, 8/3 3/4 ഭാഗം എത്രയാണ്? 8/3 3/4 ഭാഗം എത്രയാണ്? 2. 726 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 7.26 അല്ലേ? 726/100 7.26 ആണ്. അടുത്തത്, 8² + 9² വില കാണുക. 145. ഓപ്ഷൻ ബി. അടുത്തത്, ഒരു ബാസ്ക്കറ്റ്ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റ് ആണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 19 സ്കോർ ഉണ്ടായിരിക്കും. അടുത്തത്, √64 + √100ൻ്റെ വില എന്താണ്? അല്ലേ, √64 എടുക്കുക, 8 + √100 10 എടുക്കുക അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി 18 കിട്ടും. ശരിയല്ലേ? ഇതിൻ്റെത് 8 + ഇതിൻ്റെത് 10, അങ്ങനെ വരുമ്പോൾ 18. നെക്സ്റ്റ്, ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25% ആണ്. നെക്സ്റ്റ്, അടയാളപ്പെടുത്തിയ കോണുകൾ കാണുക അല്ലേ. ഇവിടെ ഏത് കോണ്? 60 ഡിഗ്രി, ഇവിടെ 130 ഡിഗ്രി ഉണ്ട്. അടുത്തത് വരുന്ന ഈ കോൺ ഏതാണ് അല്ലേ? എത്രയായിരിക്കും കോൺ വരിക? ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 70 ഡിഗ്രി അല്ലേ. അടുത്തത്, ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയായിരിക്കും? 15 km/h ആണ്. നെക്സ്റ്റ്, വില കാണുക. 5 + 3 ÷ 2 + 4² അല്ലേ. ആദ്യം ഇതിനകത്തുള്ളത് കാണാം. 5 + 3 8 ÷ 2 8/2 എത്ര വരിക? 8/2 4 അല്ലേ. 4 + 4². ആൻസർ ഓപ്ഷൻ എ ആണ്, 20. അല്ല, 5 3 8 ദെൻ ഡിവൈഡ് 2. അപ്പോൾ 4 + 4² വരും. 4² ചെയ്യുക, 16 4 അല്ലേ. 16 4 20 ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 2 6 12 20. 2 6 12 20ൻ്റെ അടുത്ത സംഖ്യ എത്രയാണ്? 30. ഇവിടെ 2ഉം 4ഉം കൂടെ വരുമ്പോൾ 6 അല്ലേ. പിന്നെ 6ഉം 6ഉം 12 ആവുന്നു. 12ഉം 8ഉം 20 ആവുന്നു. ദെൻ 4 6 8 അടുത്ത സംഖ്യ 10 ആയിരിക്കും. അപ്പോൾ 20ഉം 10ഉം 30. ഓക്കെ.
തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സൈറ്റ് തിരിച്ചറിയുക. അഭാജ്യ സംഖ്യ ഏതൊക്കെയാണെന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 5, 11 അഭാജ്യ സംഖ്യകൾ. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 0 ഏത് തരത്തിലുള്ള സംഖ്യ ആണ്? പൂർണ്ണസംഖ്യയാണ്, എണ്ണൽ സംഖ്യയാണ്, രേഖീയ സംഖ്യയാണ്? 0. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി, മീൻസ് പൂർണ്ണസംഖ്യയും രേഖീയ സംഖ്യയുമാണ് 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. അതിൽ സി ആണ് ഒറ്റയാൻ വരിക. അടുത്തത്, തന്നിരിക്കുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായി ഇതിൽ ക്രമീകരിച്ചൊരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. അല്ലേ, ഏതായിരിക്കും? ഗണിതശാസ്ത്ര ഉപകരണം. താഴെ പാരലൽ, പ്രൊട്രാക്ടർ, ഗ്രാഫ് ഉണ്ട്. ഉപകരണമാണ് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റർ. അല്ലേ, പ്രൊട്രാക്ടറും കാൽക്കുലേറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കാം. ആൻസർ നമുക്ക് ഏതാ വരിക? പ്രൊട്രാക്ടർ. അല്ലേ, പ്രൊട്രാക്ടർ എടുത്തില്ലേ എങ്ങനെ ഇരിക്കുന്നത് ഈ സംഭവം? നമ്മുടെ പഴയ സംഭവം, ഇവിടെ ഒരു സ്ക്വയറും ഒക്കെ ഉള്ള ഇങ്ങനെ ഇരിക്കുന്ന പ്രൊട്രാക്ടർ. അല്ലേ. നെക്സ്റ്റ്, സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകൻ്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി 15 വയസ്സ്. അടുത്തത്, ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്നൊരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നുവെങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ്? എത്ര സമയം എടുത്തു? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 മണിക്കൂർ. അല്ലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. 10 to 12 ആകുമ്പോൾ, അല്ലേ, 12 മണി വരെ ഉണ്ട്. 12, 10 to 12 2 മണിക്കൂർ. 2 to 1 ആകുമ്പം 12 ആകുമ്പോഴത്തേക്ക് 2 മണിക്കൂർ വരുന്നില്ലേ? ദെൻ 2 മണിക്കൂർ. അത് 12 to 1 ആകുമ്പോൾ 1 മണിക്കൂർ. 2, 1 3 മണിക്കൂർ. ഓക്കെ. നെക്സ്റ്റ്, 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? എത്രയാണ്? 15. അടുത്തത്, 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്നും 37ാമതാണെങ്കിൽ പിന്നിൽ നിന്നുമുള്ള സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? ആൻസർ എത്താണ്? ഓപ്ഷൻ സി ആണ്, 29 ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.